ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുറിഞ്ചി. അപ്പോൾ ഇന്ന് കുറേ നാഗേഷം വീണ്ടും കുറച്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാം, ഇൻബോക്സിൽ അയച്ചു തരാം, ഒന്നും പ്രശ്നമല്ല. നിങ്ങളെ ചങ്കല്ലേ മച്ചന്മാരെ, കുറച്ച് ഓവറാണെന്നറിയാം, എന്നാലും ഓക്കെ. നമുക്ക് ടൂൾസ് വെച്ച് പണി തുടങ്ങാം. ശുനേ, ഇപ്പം ഇന്ന് കാണാൻ പോകുന്ന എന്തൊക്കെ അപരാധമാണ് ദൈവത്തിന് മാത്രം അറിയാം. അപ്പം നമുക്ക് ആദ്യത്തെ കാറ്റഗറി വീഡിയോയിലേക്ക് പോകാം. ധാരാളം തള്ളി ഇതായത് പരിമയ, സോറി, ഐ മീൻ ശിവമയം. ആ എന്താ അമ്പോ ദൈവം അടിച്ച കവട്ടായിട്ട് എന്തൊക്കെ കുറെ കാണിക്കാൻ ഉദ്ദേശിക്കാനുണ്ട്. എന്തുകൊണ്ടായിരുന്നു എന്താ ഉദ്ദേശിക്കണേ? നീ ഒരു വലിയ വീരൻ തന്നെ, അല്ല സോറി, ഒരു വലിയ വീരൻ തന്നെ. ഇതെന്താ ഇവന് എന്തൊക്കെ സാധനോടെ ഇവനെ കടിച്ചു കയറ്റണത്? ശിവമയം അവൻ്റെ വേറെ ഞാൻ പറഞ്ഞാ കൂടിപ്പോ. ആ നെക്സ്റ്റ്. അയ്യോ, പിന്നെ വാഴക്കാണ് ഇതൊക്കെ. അടുത്ത ഏവണ്ട. അക്ഷയ് അവൻ ഒന്നാം നമ്പർ. കൊല്ലം നാട്ടിലെങ്ങും കല്യാണമേളമായി. അക്ഷയ് ചോക്ലേറ്റ് ബോയ്, അവന് ലേഡീസ് ബോയ്. ലേഡീസ് ബോയ്. പവിത്ര ജിയസുമായി കല്യാണമായി. നാട്ടിലെ സ്ത്രീകൾക്കെല്ലാം തീരെ ദുഃഖം നൽകി. അക്ഷയ് മോനെ പ്രണയിച്ചു കെട്ടി. ആഘോഷനാളിൽ നല്ലേ അക്ഷയ് മോനെ കല്യാണം. അക്ഷയ് അവൻ ഒന്നാം നമ്പർ. കൊല്ലം നാട്ടിലെങ്ങും കല്യാണമേളമായി. അക്ഷയ് ചോക്ലേറ്റ് ബോയ്, അവൻ ഒരു ലേഡീസ് ബോയ്. പവിത്ര ജിയസുമായി കല്യാണമായി. നല്ല ചിരി. ആ ലേഡീസ് ഫിംഗർ എടുത്ത് വായിലോട്ട് കടിച്ചു പിടി, എല്ലാം അങ്ങ് തീരട്ട്. അപ്പം ആർക്കെങ്കിലും ബർത്ത്ഡേക്ക് കൊടുക്കണമെങ്കിൽ അതുകൊണ്ട് ഇവനങ്ങ് വിളിച്ചാൽ മതി. ഇനി അവൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റുള്ള എല്ലാ അക്ഷയ് കൂട്ടുകാരന്മാർക്കും ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. തോട്ടിൽ വന്നായിരുന്നു കമന്റ്സ് വായിച്ചു നോക്കാം. വാഴപ്പിണ്ടി പിടിക്കാൻ മറ്റൊരു വാഴ, ഒഴുകി വന്നതും വാഴ, ചാടിയതും വാഴ. വാവ്, കൊച്ചു കഴിവേറി. ഒരു വാഴപ്പിണ്ടി പിടിക്കാനാണോ ഇങ്ങനെ സാഹസം കാണിക്കുന്നത്? ഇപ്പൊ മുങ്ങി ചത്തേനെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഇത് ആരാണിത്? അറക്കാണ് മൈര. സൈറ്റ് അടിക്കാൻ പറ്റിയ ചളുക്ക്. അത് നീ ഉത്തമമായി കറക്റ്റായിട്ട് പാട്ട് തിരഞ്ഞെടുത്തതിന് ഞാൻ നിനക്കൊരു അപ്രിസിയേഷൻ. അയ്യോ നോക്കട്ടെ, പാവത്തിനെ ആരാടാ മോട്ടറാക്കി വിട്ടത്? കണ്ട തുണിയില്ലാത്ത വീടുകൾ എത്രയോ ഭേദം. മോനെ അടിച്ചു പൊളി, അത് ഒരു സത്യമാണ്. നെക്സ്റ്റ് പ്ലീസ്. ഈ മാസ്റ്റർബേറ്റ് എന്ന് പറഞ്ഞ സംഭവം മറ്റേ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരും 18 വയസ്സ് കഴിയുമ്പോൾ വരുന്നൊരു പ്രോസസ്സാണ്. അത് മനസ്സിലായോ? പ്രായപൂർത്തിയാകുമ്പോൾ മനുഷ്യർക്ക് ഓരോ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പല രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാവും. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് മാറ്റം ഉണ്ടാവും, പക്ഷെ നിന്നെ പോലുള്ള ജന്തുവിന് ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു ടൈമിൽ സംഭവിക്കാവുന്ന സംഭവം ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിലും ഈ ചില സമയത്ത് ബ്ലഡ് വരുന്നൊരു സംഭവമുണ്ട്. ബ്ലഡ് വരുന്ന സംഭവം എന്താ ഉദ്ദേശിച്ചേ? അറിയില്ല. പീരിയഡ്സ്, ആ ഒരു സംഭവം. കണ്ടുപിടുത്തം. ആദ്യം പഠിത്തം, എന്നിട്ടും അതിന്റെ കണ്ടുപിടുത്തം. എനിക്ക് പേഴ്സണലി ഒരു കേട്ടപ്പോൾ അത് പറഞ്ഞത്. അപ്പൊ അതുപോലെ ഒരു പ്രോസസ്സാണ് ഈ പ്രാസ്റ്റർബേറ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ. പ്രാസ്റ്റർബേറ്റാ എടാ, അത് ഹോസ്പിറ്റലിൽ ചെയ്യണടാ. മറ്റേ സാധനം വെച്ചിട്ട് കൈ കിട്ടാം, അതൊക്കെ ഒടിയണവർക്കും വടിയണവർക്കും ഉള്ള സാധനമാണ്. പ്രാസ്റ്റർബേറ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ മനസ്സിലായോ? മനസ്സിലായ മനസ്സിലായോ? പണ
പീരിയഡ്സ് ആ ഒരു സംഭവം അതുപോലെ ഒരു പ്രോസസ്സാണ് ഈ മാസ്റ്റർബേറ്റ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, പെണ്ണുങ്ങൾക്ക് പീരീഡ്സ് വരുന്ന പോലെയാണ് ഇവൻ പറയും മാസ്റ്റർബേഷൻ എന്നാണ് പറയണത്. കൊണ്ടേ എടാ മയിരി, നിനക്ക് ലീക്കേജ് ആണ്. മനസ്സിലായ വെളിവില്ലായ്മയാണ് നീ വിളിച്ച് പറയണത്. നീ അടുപ്പം വിവരയാണ് ഇന്റർവ്യൂവിന് വിളിക്കുന്ന ഓരോന്നിന്റെ അടുത്ത് വേണമെങ്കിൽ പറയാനുള്ളത്. കേട്ട മടിയായില്ലേ? അതൊക്കെ ഓരോ പ്രൈവസി ആയിട്ടുള്ള സംഭവങ്ങൾ എടുത്ത് പറയുന്നത് ഈ സന്തോഷ് വെളിവില്ല എന്ന് തന്നെ പറയാൻ പുള്ളിക്ക്. തലക്ക് വെളിവില്ലാത്തതുകൊണ്ടാണ് 7 മില്യൺ വ്യൂസ് ആയത്. സിനിമ കാണാൻ തന്നെ സമയമില്ല. പിന്നെയാണ് ഈ സംഭവം. ഇത് നമുക്ക് ഓരോ പ്രായപൂർത്തിയാകുമ്പോൾ 12 വയസ്സ് മുതൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. നിനക്ക് വേറെ തോന്നാത്. അത് ഇതല്ല, നീ ഉദ്ദേശിച്ചതല്ല. ഇത് നിനക്ക് വന്നത് വേറെ. അതിനും പിന്നീട് കണക്കൂട്ടെ. ഇപ്പം മറ്റേ ടോയ്ലറ്റിൽ പോകുമ്പോൾ സംഭവിച്ചു പോകുന്ന ആൾക്കാർ ഈ ലൈവ് ഇട്ട് പറയണത് തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ തെറ്റാടി മരത്തിനെയൊക്കെ ആരാടാ കൊണ്ടുവന്ന് ഉണ്ടാക്കിയത്? അങ്ങനെയൊരു കാര്യമില്ല. ഇത് പൊക്കി വെച്ച് തലയിൽ കൊണ്ട് നടക്കുന്നില്ലേ? ഇനി അലൻ ജോസ് പെരേരയുടെ കമന്റ്സ് വായിച്ചു നോക്കാം. അത് വായിക്കാൻ മറന്നു. അയ്യോ, ഹരി എന്ന് പറഞ്ഞാൽ കുറി എന്ന് എഴുതി വേറെ പറയെന്ന് വായിക്കുന്ന മോനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. കൊള്ളാം സാരം. വോട്ടർ സൈഡ് ഉള്ളവർ മാത്രം പ്ലാസ്റ്റർ ബേസ്മെന്റ് ചെയ്യാൻ മതി. അയ്യോ, മണ്ടത്തരം പോലെ ഇത്രയും കോൺഫിഡൻസുമായി പറയുന്ന ഈ മൈരനെ മാത്രമേ കഴിയൂ. സത്യം പറഞ്ഞ ഈ കമന്റ് മൊത്തം വായിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു. അമ്മാര് സീന് കമന്റ് ആണല്ല. അമേരിക്കയിലേക്ക് പോകുന്ന കാര്യം ഞാൻ ഡാഡിനോട് പറഞ്ഞിട്ടുണ്ട്. നീ ഓക്കെ അല്ലേ? പോകുമല്ലോ? ഞാൻ പോവാടാ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ വിയർക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. പറഞ്ഞിട്ടുള്ള വിയർക്കാനൊന്നും പറ്റത്തില്ല. ഇരുന്നങ്ങ് വെടുക്ക്. നീ ഓക്കെ? അനിലേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ബാക്ക്ഗ്രൗണ്ട് എക്കോയ? ഉണ്ട്. ആ 2 പ്രാവശ്യം എന്താ ആശയ പറയ്. ആ വിഷ്ണു എന്റെ പുറകെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നടക്കുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ നീ അവനോട് പറയ്. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. ആശേ, നീ എന്താ പറയുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ശാക്കല്ലടാ മുട്ടാ, നീ അങ്ങനെ പറയാതെ. അമ്മമാരി, ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അതെന്താ നീ അങ്ങനെ കാണാത്ത? നീ ആരടി? നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. ദിവ്യ പ്രണയം. എന്നാലും അവൻ റിജക്റ്റ് ആവും. ആ കാണിച്ചവൻ മോശമായി. പെണ്ണ് സൂസൈഡ്. ഇതുകൊണ്ടാണ് ഈ ലോകത്ത് സത്യമായ പ്രണയം ഒരിക്കലും നിലനിൽക്കാത്തത്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അയ്യോ, അരുത് സഹോദരി, അരുത്. എന്തേലും ചെയ്യടാ, എന്തേലും ചെയ്. നീ എന്തിനാ വിഷം കഴിക്കുന്നേ? നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. എന്നാൽ ചെയ്യേ. എനിക്ക് നിന്നേക്കാൾ നല്ല ചെറുക്കനെ കിട്ടും. ദിവ്യ പ്രണയം എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലാണ്ട് ഒന്നും പറയാനില്ല ഇതിൽ. അയ്യോ, കമന്റ്സ് വായിച്ചു നോക്കാം. തൈറോയിഡ് ഗുളിക വിഷമായിരുന്നു. അറിയുന്ന മലയാളം കൂടെ മറന്നുപോയി. വിഷക്കുപ്പി, തൈറോയിഡ് 100 mg ടാബ്ലറ്റ്സ്. അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ ബൈ.